ശല്യനമ്മാവൻ എന്തു പറഞ്ഞാലും കർണന് അപ്രീതിയൊന്നും ഉണ്ടാകില്ലെന്നും അവനതെല്ലാം സമ്മതിക്കുമെന്നും ദുര്യോധനനും കർണനും ചേർന്ന് ശല്യന് വാക്കുകൊടുത്തു. ഉടൻ തന്നെ പോർക്കളത്തിലേക്ക് പോകുവാനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തു. വളരെ ശ്രേഷ്ഠവും സുരക്ഷിതവുമായ ഒരു രഥത്തിൽ ധാരാളം ആയുധങ്ങൾ നിറച്ച് തയ്യാറാക്കി. കർണൻ സൈന്യാധിപന്റെ വേഷമണിഞ്ഞു വന്ന ആദിത്യ ഭഗവാനെ വണങ്ങി ഗുരുജനങ്ങളെ നമസ്കരിച്ച് തേരിന് പ്രദക്ഷിണം വെച്ച് തേരിൽ കയറി. കർണൻ പറഞ്ഞു, മഹാബാഹോ, ശല്യ, അശ്വങ്ങളെ വിടുക. ഞാൻ കിരീടിയെ ഇന്ന് കൊല്ലും. ഭീമസേനനെയും ധർമ്മരാജാവിനെയും യമന്മാരെയും ഇന്ന് കൊല്ലും. എൻ്റെ ബാഹുവീര്യം അർജുനൻ കാണട്ടെ. ഇന്ന് പാണ്ഡുപുത്ര ക്ഷയത്തിനും ദുര്യോധന വിജയത്തിനുമായി മൂർച്ച കൂടിയ ശരങ്ങളുടെ ഒരു വർഷം തന്നെ ഞാൻ നടത്തും. കർണന്റെ വീരവാദം കേട്ട ശല്യൻ പുച്ഛത്തോടെ പറഞ്ഞു, ഹേ സൂതനന്ദന, നീ എന്താണ് പാണ്ഡുപുത്രന്മാരെ ഇപ്രകാരം നിന്ദിച്ചു പറയുന്നത്? എല്ലാ അസ്ത്രവും അറിയുന്ന യോഗ്യരും ബലിഷ്ഠരുമായ ധ്വനികളെ ഇങ്ങനെ നിന്ദിക്കാമോ? ഇടിവെട്ടുന്നത് മാതിരിയുള്ള ഗാണ്ഡീവത്തിന്റെ ഗർജനം കേട്ടാൽ പിന്നെ നീ ഇങ്ങനെ പറയുകയില്ല. ശല്യന്റെ വാക്കുകൾ കേട്ടതായി പോലും ഭാവിക്കാതെ പോവുക പോവുക എന്ന് മാത്രം കർണൻ ശല്യനോട് പറഞ്ഞു. ശല്യൻ കർണന്റെ തേര് പോർക്കളത്തിലേക്ക് നയിച്ചു. വഴിയിൽ കണ്ട ഓരോരുത്തരോടും കർണൻ തിരക്കി, അർജുനൻ എവിടെയെന്നോ. അർജുനനെ കാണിച്ചു കൊടുക്കുന്നവർക്ക് പൊന്നും പണവും ആനയും കുതിരയും ഗ്രാമവും വീടും ദാസിമാരെയും മറ്റും ദാനമായി കൊടുക്കാമെന്ന് കർണൻ വിളിച്ചു പറഞ്ഞു. അർജുനനോടുള്ള പകയും ഈർഷ്യയും അയാളെ കൊല്ലണമെന്നുള്ള ദൃഢനിശ്ചയവും കർണന്റെ ഓരോ വാക്കിലും സ്ഫുരിച്ചിരുന്നു. ഇത് കേട്ടപ്പോൾ ശല്യൻ പറഞ്ഞു, എടോ സൂതപുത്ര, എന്തെല്ലാം വിഡ്ഢിത്തങ്ങളാണ് നീ വിളമ്പുന്നത്? വൈശ്രവണനെ പോലെ ഇത്രയധികം ദ്രവ്യം നിനക്ക് ദാനം ചെയ്യുവാനുണ്ടെങ്കിൽ അതുകൊണ്ട് വല്ല യജ്ഞങ്ങളും ചെയ്തുകൂടെ? അപാകൃത്തിലുള്ള ദാനം കൊണ്ട് നിന്റെ മൂഢത കുറച്ചുകൂടി വർദ്ധിക്കുകയേ ഉള്ളൂ. നീ ആനയും കുതിരയും ഒന്നും കൊടുക്കാതെ തന്നെ കൃഷ്ണാർജുനന്മാരെ ഞാൻ നിനക്ക് കാണിച്ചു തരാം. അവരെ കാണുമ്പോൾ നിന്റെ പൗരുഷമൊക്കെ പമ്പ കടക്കും. നീ വെറും കുറുക്കനും അർജുനൻ സിംഹവുമാണ്. കുറുക്കൻ സിംഹത്തെ കൊല്ലുകയോ? അർജുനന്റെ മുന്നിൽ നീ ആനയുടെ മുന്നിൽപ്പെട്ട മുയലിനെ പോലെയാണ്. കഷ്ടം, നിനക്ക് ലജ്ജയില്ലല്ലോ ഇങ്ങനെയൊക്കെ പറയാൻ. കർണനെയും അവന്റെ പരാക്രമത്തെയും ശല്യൻ ഇടിച്ച് സംസാരിച്ചപ്പോൾ അവന് ക്രോധമടക്കുവാൻ കഴിഞ്ഞില്ല. ശല്യൻ എന്തു പറഞ്ഞാലും ഒന്നും എതിർത്ത് പറയുകയില്ലെന്ന് തീരുമാനിച്ചിരുന്ന കർണൻ മാദ്രേശന്റെ പ്രകോപനപരമായ വാക്കുകൾ കേട്ടപ്പോൾ അദ്ദേഹത്തെ ശകാരിക്കുവാൻ തുടങ്ങി. കർണൻ പറഞ്ഞു, അന്ന് ഇങ്ങനെയൊക്കെ പറയുന്നതിൽ എനിക്ക് അത്ഭുതമില്ല. ബന്ധുഭാവത്താൽ വന്നുകൂടിയ ശത്രുവാണങ്ങ്. പാണ്ഡവന്മാർ അങ്ങയെ പറഞ്ഞയച്ചതായിട്ടാണ് ഞാൻ കരുതുന്നത്. അങ്ങ് ധർമാധർമ്മങ്ങളെ അറിയാത്ത നാട്ടുകാരനാണ്. നിങ്ങൾ സദാചാരനിഷ്ഠയില്ലാത്തവരാണ്. മദ്യപാനമായിട്ട് ചൂതുകളി തുടങ്ങിയ നീചകൃത്യങ്ങളിൽ മുഴുകിയിരിക്കുന്നവരാണ് മാതൃദേശക്കാർ. മദ്യപാനം ചെയ്ത് നഗ്നരായി തുള്ളിക്കളിക്കുന്നവരാണ് നിങ്ങളുടെ രാജ്യത്തിലുള്ള സ്ത്രീകൾ. അങ്ങനെയുള്ള ഒരു സ്ത്രീയല്ലേ അങ്ങയെയും പ്രസവിച്ചത്? പിന്നെ അങ്ങയ്ക്കങ്ങനെ ധർമ്മബോധവും പൗരുഷവും ഉണ്ടാകും. എൻ്റെ ഗുരുനാഥൻ ഭാർഗവരാമൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? തിരിഞ്ഞോടാതെ യുദ്ധം ചെയ്യുന്ന യോദ്ധാവിനുള്ളതാണ് സ്വർഗം. കൃഷ്ണാർജുനന്മാരെ ഞാൻ കൊല്ലട്ടെ, കൊല്ലാതിരിക്കട്ടെ, പക്ഷേ ഞാൻ ഭീരുവല്ല. ശത്രുവിനെ സ്തുതിച്ചുകൊണ്ട് എന്നെ ഭയപ്പെടുത്തുവാൻ ശ്രമിക്കണമെങ്കിൽ അങ്ങെത്രമാത്രം ഭീരുവായിരിക്കണം. ഞാനിപ്പോൾ അർജുനനെ ലക്ഷ്യമാക്കി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങയെ ഒന്നും ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. എന്നാൽ അർജുനനെ കൊന്നുകഴിഞ്ഞാൽ പിന്നെ അങ്ങയെയും അങ്ങയുടെ പരിചരങ്ങളെയുമാണ് കൊല്ലുന്നതെന്ന് ഓർമ്മയിരിക്കട്ടെ. കോപത്തോടുകൂടിയുള്ള കർണന്റെ വാക്കുകൾ ശല്യനെ ഒട്ടും അലോസരപ്പെടുത്തിയതേയില്ല. അദ്ദേഹം കർണനെ മനഃപൂർവ്വം ഇടിച്ചു തകർക്കണമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇതൊക്കെ പറഞ്ഞത്. താൻ കർണന്റെ സാരഥ്യം ഏറ്റെടുക്കുമ്പോൾ കർണനെ തേജോവധം ചെയ്തു കൊള്ളാമെന്ന് ശല്യൻ യുധിഷ്ഠിരന് ഉറപ്പ് കൊടുത്തിരുന്നുവല്ലോ. ശല്യൻ പറഞ്ഞു, രാധേയ, പൗരുഷശാലിയായ രാജാവാണ് ഞാൻ. എൻ്റെ ശത്രുക്കളൊന്നും ജീവിച്ചിരിപ്പില്ല. എന്നോട് ആർക്കും അപ്രീതിയുമില്ല. എന്നിട്ടും നീ എന്നെ മദ്യപാനിയും ദുരാചാരനുമായിട്ട് കാണും. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇപ്പോൾ നീ എൻ്റെ ബന്ധുവാണ്. നിന്നെയും നിന്റെ തേരിനെയും സംരക്ഷിക്കേണ്ട ചുമതല എനിക്കാണ്. അതുകൊണ്ട് നിനക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിനക്ക് ഹിതമായത് പറഞ്ഞു തരേണ്ട ചുമതല എനിക്കുണ്ട്. ഞാനൊരു കഥ പറയാം, നീ അത് ശ്രദ്ധിച്ച് കേൾക്കുക. പണ്ട് കടൽക്കരയിൽ ധനവാനായ ഒരു വൈശ്യൻ വസിച്ചിരുന്നു. ദയാലുവും ധർമ്മിഷ്ഠനുമായ അവൻ പുത്രപൗത്രാതിഥികളോടെ സസുഖം പാർത്തു വന്നു. ഒരു കാക്ക പതിവായി അവൻ്റെ വീട്ടിൽ വന്ന് എച്ചിൽ തിന്നുമായിരുന്നു. പുത്രന്മാർക്ക് കാക്കയിൽ കൗതുകം ജനിച്ചു. അവർ അതിന് ധാരാളം ആഹാര സാധനങ്ങൾ നൽകി. കാക്ക അതെല്ലാം തിന്ന് തടിച്ചു കൊഴുത്തു. അതോടെ അവൻ അഹങ്കാരിയായി തീർന്നു. അങ്ങനെയിരിക്കെ മാനസ സരസിൽ നിന്ന്
ഒരു പറ്റം അരയന്നങ്ങൾ കടൽക്കരയിൽ വന്ന് വട്ടമിട്ട് പറന്നു. ഇത് കണ്ടപ്പോൾ വൈശ്യപുത്രന്മാർ കാക്കയോട് ചോദിച്ചു, നീയല്ലേ പക്ഷികളുടെ രാജാവ്, നിനക്ക് ഈ അരയന്നങ്ങളെ പറന്ന് തോൽപ്പിച്ചുകൂടി? അല്പബുദ്ധികളായ കുട്ടികളുടെ വാക്കുകൾ കേട്ട കാക്ക മൗഢ്യം കൊണ്ടും ഗർവ് കൊണ്ടും അത് ശരിയാണെന്ന് വിശ്വസിച്ചു. എച്ചിൽ കാക്ക നേരെ അരയന്നങ്ങളുടെ അടുത്തെത്തി അവരുടെ നേതാവിനെ ഒരു മത്സര പറക്കലിന് ക്ഷണിച്ചു. അരയന്നങ്ങൾ കാക്കയുടെ വിഡ്ഢിത്തമോർത്ത് ചിരിച്ചു. അരയന്നങ്ങളുടെ തലവൻ പറഞ്ഞു, എടാ കാക്കേ, ഞങ്ങൾ മാനസ സരസിൽ വസിക്കുന്ന അരയന്നങ്ങളാണ്. അവിടെ നിന്ന് പറന്നു വന്ന് ഭൂമി ചുറ്റുകയാണ്. പറക്കുന്ന കാര്യത്തിൽ പക്ഷികളിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് ഞങ്ങൾ. നീ എങ്ങനെയാണ് ഞങ്ങളോടൊപ്പം പറക്കുക? ഞങ്ങളോടൊപ്പം പറക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അതുതന്നെ ഒരു വിഡ്ഢിത്തമാണ്. നീ ഒരു വിഡ്ഢിയാണ്. ഇത് കേട്ടപ്പോൾ കാക്കയ്ക്ക് അരയന്നങ്ങളോട് പുച്ഛമാണ് തോന്നിയത്. അഹങ്കാരത്തോടെ അവൻ പറഞ്ഞു, നിങ്ങൾ എന്നെപ്പറ്റി എന്തു വിചാരിച്ചു? മേലോട്ട് പറക്കൽ, താഴോട്ട് പറക്കൽ, അസാധാരണ വേഗത്തിലുള്ള പറക്കൽ, കൂട്ടം കൂടി പറക്കൽ, മുമ്പോട്ടും പിമ്പോട്ടുമുള്ള പറക്കൽ തുടങ്ങി 101 വിധത്തിൽ എനിക്ക് പറക്കുവാൻ അറിയാം. ഞാൻ നിങ്ങളിൽ ആരോടാണ് മത്സരിക്കേണ്ടതെന്ന് തീർച്ചപ്പെടുത്തി അയാൾ എന്നോടൊപ്പം പറക്കട്ടെ. അരയന്നം പറഞ്ഞു, മറ്റു പക്ഷികൾക്കൊന്നും 101 വിധത്തിൽ പറക്കുവാൻ അറിയുകയില്ല. ഞങ്ങൾക്കൊറ്റ പറക്കലേ അറിയുകയുള്ളൂ. അങ്ങനെ പറന്ന് നിന്നോട് മത്സരിക്കാം. കാക്ക വിചാരിച്ചു, ഒറ്റ വിധത്തിലുള്ള പറക്കലുകൊണ്ട് എങ്ങനെയാണ് ഹംസം ജയിക്കുന്നത്? 101 വിധം പറക്കുവാൻ അറിയാവുന്ന ഞാൻ ഒറ്റ കുതിപ്പ് കൊണ്ട് ഇവനെ ജയിക്കും. ശരി, നിനക്ക് മത്സരിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം പറന്നോളൂ എന്ന് പറഞ്ഞ് അരയന്നങ്ങൾ സമുദ്രത്തിൻ്റെ മുകളിൽ കൂടി പറക്കുവാൻ ആരംഭിച്ചു. കാക്കയും അവരോടൊപ്പം പറന്നു. കുറച്ചു ദൂരം പോയപ്പോൾ കാക്കയ്ക്ക് ചിറക് കുഴയുവാൻ തുടങ്ങി. ഇത് മനസ്സിലാക്കിയ ഹംസങ്ങൾ പറക്കുന്നതിൻ്റെ വേഗത കുറിച്ച് കാക്കയോടൊപ്പം പറന്നു നിന്നു. അപ്പോൾ കാക്ക വിചാരിച്ചു, തനിക്കവരെ മുന്നേറാമെന്ന്. എന്നാൽ കുറച്ചുകൂടി പോയപ്പോഴേക്കും കാക്ക തീരെ അവശനായി. എവിടെയെങ്കിലും ഇരുന്ന് അല്പം വിശ്രമിക്കുന്നുവെന്ന് കാക്കയ്ക്ക് തോന്നി. എന്നാൽ എങ്ങും കരയോ വൃക്ഷമോ ഒന്നും കണ്ടില്ല. നോക്കത്താ ദൂരത്തോളം കടൽ മാത്രം. മേൽപോട്ട് പൊങ്ങുവാൻ നിവൃത്തിയില്ലാതെ വെള്ളം തൊട്ടുകൊണ്ട് കാക്ക സാവധാനത്തിൽ പറന്നു. അപ്പോൾ ഹംസങ്ങൾ കാക്കയോട് ചോദിച്ചു, ഇപ്പോൾ പറക്കുന്നത് ഏതു വിധത്തിലുള്ള പറക്കലാണെന്ന്? കാക്കയ്ക്കൊന്നും പറയുവാനുള്ള ശക്തിയില്ലായിരുന്നു. അവൻ വെള്ളത്തിൽ വീണ് ചത്തുപോകുമെന്ന് ഭയപ്പെട്ടു. അവൻ പ്രാണഭയത്തോടെ ഹംസങ്ങളെ വിളിച്ച് കരഞ്ഞു പറഞ്ഞു, അവനെ രക്ഷിക്കണമേ എന്ന്. കാക്കയുടെ ധീനമായ നില കണ്ട് ഹംസ നേതാവ് താഴോട്ട് ഇറങ്ങി വന്ന് കാക്കയെ കാലുകൊണ്ട് പിടിച്ചു പൊക്കി പുറത്തിട്ട് പറന്ന ഒരു ദ്വീപിൽ ചെന്നിറങ്ങി. അപ്പോൾ ലജ്ജിതനായ കാക്ക പറഞ്ഞു, ഞാൻ ഉച്ചിഷ്ട ഗർവിയായി ഗരുഡതുല്യനാണെന്ന് വിചാരിച്ച് മറ്റു പക്ഷികളെയൊക്കെ നിന്ദിച്ച് സംസാരിച്ചു. ഇനി മേലിൽ ഞാൻ ആരെയും നിന്ദിക്കുകയില്ല. കാക്കയെ അവിടെ വിട്ടിട്ട് ഹംസങ്ങൾ മാനസ സരസിലേക്ക് പോയി. എന്നിങ്ങനെ അരയന്നത്തിൻ്റെയും കാക്കയുടെയും കഥ ശല്യൻ പറഞ്ഞു നിർത്തുകയും ചെയ്തു. ഉപദേശരൂപണയാണെങ്കിൽ കടുത്ത പരിഹാസത്തോടെയാണ് ശല്യൻ കർണനോട് തുടർന്നത്. എടാ കർണ, വൈശ്യന്റെ എച്ചിൽ തിന്നു വളർന്ന കാക്കയെപ്പോലെ നീ ധാർത്തരാഷ്ട്രന്റെ ഉച്ഛിഷ്ട പുഷ്ടനാണ്. ശ്രേഷ്ഠതയുള്ളവരൊക്കെ നന്ദിക്കുകയാണ് നിന്റെ ജോലി. ഭീഷ്മരും കൃപനും അശ്വത്ഥാവുമൊക്കെ കൂടെ ഉണ്ടായിട്ടും വിരാടനഗരിയിൽ വെച്ച് നീ എന്തുകൊണ്ട് ഏകനായി നിങ്ങളെ എതിർത്ത വിജയനെ കൊന്നില്ല? ദ്വൈതവനത്തിൽ വെച്ച് ഗന്ധർവന്മാർ ഏറ്റുമുട്ടിയപ്പോൾ നീയല്ലേ ആദ്യം ഓടിയത്? ഇങ്ങനെ എത്ര കാര്യങ്ങൾ പറയുവാനുണ്ട്. അതുകൊണ്ട് കാക്ക ഹംസങ്ങളെ ആശ്രയിക്കുന്നതാണ് നല്ലത്. നീ പൊങ്ങച്ചം പറയാതെ അടങ്ങിയിരിക്കും. കർണന്റെ ഗർവിനെ തകർക്കുവാനാണ് ശല്യൻ ഇങ്ങനെ പറഞ്ഞത്. പക്ഷേ ശല്യൻ പറഞ്ഞതൊന്നും കർണൻ ഇഷ്ടപ്പെട്ടില്ല. അവൻ ചൊടിച്ചുകൊണ്ട് പറഞ്ഞു, എടോ ശല്യ, പാർത്ഥന്റെ മോഹാസ്ത്രങ്ങളും പാർത്ഥസാരഥിയുടെ ബലവും ഞാൻ നന്നായി അറിയുന്നുണ്ട്. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അവരോട് എതിർത്തത്. എനിക്കതിലൊട്ടും ഭയവുമില്ല. എന്നാൽ പരശുരാമനിൽ നിന്നും വിപ്രനിൽ നിന്നും എനിക്ക് ലഭിച്ച ശാപത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ ഭയപ്പെടുന്നു. ദിവ്യാസ്ത്രം ലഭിക്കുന്നതിനായി ഞാൻ പണ്ട് പരശുരാമനെ സമീപിച്ച് അദ്ദേഹത്തോടൊപ്പം വസിച്ചു. ഒരു ദിവസം അദ്ദേഹം എൻ്റെ മടയിൽ തലവെച്ച് കടന്നുറങ്ങുകയാണുണ്ടായത്. ആ സന്ദർഭം നോക്കി ദേവേന്ദ്രൻ ഒരു വണ്ടിൻ്റെ രൂപം എടുത്തു വന്ന് എൻ്റെ തുടയിൽ തുളച്ചു കയറി. ധാരാളം രക്തം വാർന്നു. ശരീരം അനക്കിയാൽ ഗുരുവിൻ്റെ നിദ്രയ്ക്ക് ഭംഗമുണ്ടാവുമെന്ന് കരുതി ഞാൻ വേദന സഹിച്ച് അനങ്ങാതിരുന്നു. ആചാര്യൻ ഉണർന്നപ്പോൾ എൻ്റെ തുടയിൽ നിന്ന് വഹിച്ച രക്തം കണ്ടു. ഞാനൊരു ബ്രാഹ്മണനല്ല എന്ന് ഉടൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. കോപത്തോടെ അദ്ദേഹം ചോദിച്ചു, നീ ഒരു ബ്രാഹ്മണനല്ല, സത്യം പറയൂ, നീ ആരാണ്? ഞാൻ പറഞ്ഞു, ഞാനൊരു സൂതപുത്രനാണെന്ന്. അപ്പോൾ സൂതനായ നീ അത് മറച്ചു വെച്ചു. ബ്രാഹ്മണനാണെന്ന് എന്നോട് നീ നുണ പറഞ്ഞു. അതുകൊണ്ട് എന്നിൽ നിന്ന് നേടിയ അസ്ത്രവിദ്യ വേണ്ട നേരത്ത് നിന്റെ മനസ്സിൽ തോന്നാതെ പോകട്ടെ എന്ന് അദ്ദേഹം എന്നെ ശപിക്കുകയുണ്ടായി. ഇതുപോലൊരു മറ്റൊരു ശാപവും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ കാട്ടിൽ കൂടി പോകുന്ന സമയത്ത് അബദ്ധത്തിൽ ഒരു അസ്ത്രമെയ്ത്
ഹോമത്തിൽ പാൽ കറന്നുകൊണ്ടെടുക്കുന്ന ഒരു പശുവിൻ്റെ കിടാവിനെ കൊല്ലുവാനിടയായി. ഒരു ബ്രാഹ്മണനായിരുന്നു ആ പശുവിൻ്റെ ഉടമ. അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് നീ പോരിൽ പൊരുതുന്ന സമയത്ത് നിന്റെ രഥത്തിൻ്റെ ചക്രം കുണ്ടിൽ താണുപോകട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. ഞാൻ ബ്രാഹ്മണനെ കുമ്പിട്ട് പലതും നൽകി പ്രസാദിപ്പിക്കുവാൻ ശ്രമിച്ചു. എന്നാൽ അതുകൊണ്ടൊന്നും പ്രയോജനവും ഉണ്ടായില്ല. ഈ 2 ശാപങ്ങളെപ്പറ്റി ഓർക്കുമ്പോൾ എനിക്ക് ഭയവും തോന്നുന്നുണ്ട്. എങ്കിലും അതൊന്നും അർജുനനുമായിട്ടുള്ള പോരാട്ടത്തിൽ എന്നെ ബാധിക്കുവാൻ പോകുന്നില്ല. ഞാൻ നിശ്ചയമായും ധനഞ്ജയനെ കൊല്ലും. എടോ ശല്യ, നീ എന്നെ പല ദൃഷ്ടാന്തങ്ങളിലും പറഞ്ഞ് പേടിപ്പിക്കണമെന്ന് വിചാരിച്ചു. ഞാൻ പേടിക്കുവാൻ പിറന്നവനല്ല. വിക്രമത്തിനും യശസ്സിനും വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. കൗരവർക്ക് വലിയ കാര്യം സാധിക്കാനുണ്ട്. അതവർ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. നീ പറയുന്ന അപ്രിയമായ വാക്കുകൾ പുറത്തുകൊള്ളാമെന്ന് ഞാൻ ദുര്യോധനന് വാക്കുകൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നീ പറയുന്നതൊക്കെ ഞാൻ ക്ഷമിക്കുകയും നിന്നെ കൊല്ലാതെ വിടുകയും ചെയ്യുകയാണ്. ഇപ്രകാരം പലതും പറഞ്ഞ് കർണനും ശല്യനും കൂടി പരസ്പരം കുറ്റപ്പെടുത്തുകയും ശാകാരങ്ങൾ വർഷിക്കുകയും ചെയ്തു. ശല്യനെ സാരഥിയായി കൊണ്ടുവരേണ്ടതില്ലായിരുന്നു എന്നുവരെ കർണന് തോന്നി. കർണനെ തേജോവധം ചെയ്ത് അസ്ത്രപ്രജ്ഞനാക്കത്തക്കവണ്ണം വേണ്ടതൊക്കെ ചെയ്യുവാൻ ശല്യനും തീരുമാനിച്ചു. വളരെ സമയമായി വാക്സ്മരം നടത്തിക്കൊണ്ടിരുന്ന ശല്യൻ്റെയും കർണൻ്റെയും അടുക്കലേക്ക് ദുര്യോധനൻ ഓടിയെത്തി. 2 പേരെയും സൗഹൃദപൂർവ്വം ഗുണദോഷിച്ചു. ഇനിയെങ്കിലും സംവാദം നടത്തി പോർക്കളത്തിലേക്ക് പുറപ്പെടുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അങ്ങനെ യുദ്ധത്തിൻ്റെ 17-ാം ദിവസത്തിലെ പോർക്കളത്തിലേക്ക് കർണനെത്തി. കൃപാചാര്യൻ, ശകുനി, ദുശാസനൻ, അശ്വത്ഥാമാവ് തുടങ്ങിയ മഹാരഥന്മാരെല്ലാം നേരത്തെ തന്നെ പോർക്കളത്തിലെത്തി സൈന്യങ്ങളെ വ്യൂഹബന്ധനം ചെയ്തു കഴിഞ്ഞിരുന്നു. എല്ലാവരും കർണൻ്റെ വരവിനായി കാതോർത്ത് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ശല്യനാൽ തെളിക്കപ്പെട്ട കർണരഥം രണാങ്കണത്തിലെത്തിയത്. ആദിത്യനും അഗ്നിയും ഒരേ മേഘത്തിൽ കയറി വരുന്നതുപോലെയുള്ള കർണൻ്റെയും ശല്യൻ്റെയും വരവ് കണ്ടപ്പോൾ കൗരവ ഭടന്മാർ ആർത്തു വിളിച്ചു. അനേകായിരം പേരുകളും വാദ്യാഘോഷങ്ങളും മുഴങ്ങി. ആകാശത്ത് മേഘധ്വനി പോലെ ശബ്ദാഘോഷങ്ങൾ പൊങ്ങി. അന്ന് കൗരവർ ചമച്ചത് ബാർഹസപ്ത്യവ്യൂഹമായിരുന്നു. പാരാവാരം പോലെ പരന്നു കിടക്കുന്ന സൈന്യമണനിരയായി നിൽക്കുകയും മഹാരഥന്മാരായ കൗരവ പ്രമാണികൾ അതിൻ്റെ മർമ്മഭാഗങ്ങളിലെല്ലാം നിലയുറപ്പിച്ച് അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ കർണൻ അത്യധികമായി സന്തോഷിച്ചു. അവൻ്റെ കണ്ണുകൾ അർജുനനെ തിരഞ്ഞുകൊണ്ട് പാണ്ഡവ സൈന്യനിരയിൽ ഓടിയൊന്നിരുന്നു. പാണ്ഡവ സൈന്യവും അണിനിരന്നു കഴിഞ്ഞിരുന്നു. ഭേരീനാദങ്ങളും അട്ടഹാസങ്ങളും ശംഖുവിളികളും ആകാശത്തെ പിളർക്കുന്നുണ്ട്. സാത്യകി, ഭീമൻ, ദൃഷ്ടദ്യുമ്നൻ, യുധിഷ്ഠിരൻ, നകുല സഹദേവന്മാർ തുടങ്ങിയവരെല്ലാം പാണ്ഡവ നിരയിലുണ്ട്. പെട്ടെന്ന് കൃഷ്ണാർജുന രഥം ഒരു മിന്നൽ പിണർ പോലെ പാണ്ഡവ സൈന്യത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഉടൻ തന്നെ ശല്യൻ കൃഷ്ണാർജുനന്മാരെ കർണന് കാട്ടിക്കൊടുത്തു. അതോടൊപ്പം അവരുടെ അജേയമായ വീര്യത്തെപ്പറ്റി അവനോട് വീണ്ടും പറയുകയും ചെയ്തു. യുധിഷ്ഠിരൻ അർജുനനെ അടുത്തെത്തി കൗരവർ ചമച്ച വ്യൂഹത്തിനെ സംസാരിച്ചു. അതൊന്നും സാരമില്ല എന്നും കർണൻ തന്നെ വധിച്ചുകൊള്ളാമെന്നും പറഞ്ഞ വിജയൻ യുധിഷ്ഠിരന് ധൈര്യം പകർന്നു. ഇത്രയും ആയപ്പോഴേക്കും ഇരുവിഭാഗക്കാരും ശക്തിയായി ഏറ്റുമുട്ടിക്കഴിഞ്ഞു. അവർ ഭയങ്കരമായ മാരകായുധങ്ങൾ പ്രയോഗിക്കുവാൻ തുടങ്ങി. എല്ലാവരും യുദ്ധക്കലി കൊണ്ട് ആവിഷ്ടരായിരുന്നു. ഉച്ചത്തിൽ അട്ടഹസിക്കുന്നുമുണ്ട്. അന്യോന്യം വീരവാദങ്ങൾ മുഴക്കുന്നുണ്ട്. രഥങ്ങൾ 100 നുറുങ്ങി വീഴുന്നുണ്ട്. ആനകൾ ചത്തുമലയ്ക്കുന്നുണ്ട്. അശ്വങ്ങൾ അവയവങ്ങളേറ്റ് നിലം പതിച്ചു. ചോര അരുവി പോലെ ഒഴുകി. ഇരുവിഭാഗത്തെയും നേതാക്കന്മാർ മറുഭാഗത്തേക്ക് ശരാസ്ത്രങ്ങൾ വർഷിച്ചുകൊണ്ടേയിരുന്നു. അവർ അന്യോന്യം വില്ലുമുറിച്ചു. കൊടിമരം തകർത്തു. ഭീമസേനൻ, സാത്യകി, ദൃഷ്ടദ്യുമ്നൻ എന്നിവരുടെ ശരങ്ങളേറ്റ് ദുശാസനൻ ഉൾപ്പെടെയുള്ളവർ വിഷമിക്കുന്നത് കണ്ടപ്പോൾ കർണൻ തന്നെ അവരുടെ സഹായത്തിനെത്തി. രാധേയന്റെ ഹസ്തലാഘവും ആയുധപ്രയോഗവും അസ്ത്രങ്ങളുടെ വ്യാപ്തിയും പാണ്ഡവ നേതാക്കളോടൊപ്പം ആശ്ചര്യപ്പെടുത്തി. എങ്കിലും ഭീമനും യുധിഷ്ഠിരനും സാത്യകിയും വിദഗ്ധമായി കർണശരങ്ങളെ തടഞ്ഞുകൊണ്ട് അവരുടെ ദേഹത്ത് ഒരു ശരം പോലും ഏൽപ്പിക്കുവാൻ കർണന് കഴിഞ്ഞില്ല. ഭീമസേനൻ കൗരവപ്പടയിലെ അനേകം ഭടന്മാരെയും ആനകളെയും കൊന്നൊടുക്കി. കർണന്റെ 4 പാടും അവൻ്റെ പുത്രന്മാരാണ് അവനെ സംരക്ഷിച്ചുകൊണ്ട് നിന്നിരുന്നത്. അവരിൽ ഒരുത്തനെയും ഭീമൻ കൊന്നു. ഇത് കണ്ട കർണന്റെ മറ്റ് 2 പുത്രന്മാരായ സുഷേണനും വൃഷസേനനും മുന്നിലേക്ക് വന്ന് പാണ്ഡവന്മാരോടേറ്റു. വൃഷസേനനെ സാത്യകി വിരധനാക്കി അവിടെ നിന്നു തുരത്തി. സുഷേണനെ ഭീമൻ കൊല്ലുമെന്ന നിലയിലെത്തി. അപ്പോൾ കർണൻ തന്നെ വന്ന് അവനെ രക്ഷിച്ചു. ഈ സന്ദർഭത്തിൽ യുധിഷ്ഠിരൻ കർണനോട് നേരിട്ടു. അദ്ദേഹം അനിതസാധാരണമായ പാടവത്തോടെയാണ് കർണനോട് പോരാടിയത്. ഇത് കണ്ടപ്പോൾ മറ്റുള്ള പാണ്ഡവന്മാർ സന്തോഷിച്ചു. അവർ യുധിഷ്ഠിരനെ പിന്തിരിപ്പിച്ചില്ല. നീ കൗരവർക്ക് വേണ്ടി പാണ്ഡവരോട് വിദ്വേഷം വളർത്തുവാൻ തുടങ്ങിയിട്ട് വളരെ കാലമായല്ലോ. ഇന്ന് നിന്റെ യുദ്ധാഗാതി അവസാനിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് യുധിഷ്ഠിരൻ വീറോടെ പൊരുതിക്കൊണ്ടിരുന്നത്. എന്നാൽ അതൊന്നും കാര്യമാക്കാതെ പുഞ്ചിരിച്ചുകൊണ്ട് കർണൻ അസ്ത്രങ്ങൾ വർഷിച്ചുകൊണ്ടേയിരുന്നു. കുറച്ചുനേരം ഇതേപോലെ ഒരേ നിലയിൽ ഇരുവരും യുദ്ധം ചെയ്തു.
ആർക്കും ജയപരാജയങ്ങളുണ്ടായില്ല. അപ്പോൾ യുധിഷ്ഠിരന്റെ ക്രോധം വർദ്ധിച്ചു. അദ്ദേഹം അതിക്രൂരങ്ങളും വജ്രസമാനങ്ങളുമായ 2 അമ്പുകളെടുത്ത് വില്ലിൽ തൊടുത്ത് കാതുവരെ നീട്ടിവലിച്ച് കർണന്റെ നേരെ അയച്ചു. അത് കർണന്റെ വയറിന്റെ ഇടതുഭാഗത്ത് തന്നെ കൊണ്ടു. കർണൻ മോഹാലസ്യപ്പെട്ട് തേറിൽ വീണുപോയി. കർണന്റെ വീഴ്ച ദുര്യോധനൻ ഉൾപ്പെടെയുള്ള കൗരവരെ നടുക്കി. പെരുമ്പറ കൊട്ടിയും ശംഖു വിളിച്ചും മട്ടഹാസങ്ങൾ മുഴക്കിയും പാണ്ഡവപ്പട ആകാശം മുഖരിതമാക്കി. അപ്പോൾ അർജുനൻ മറ്റൊരു ഭാഗത്ത് സംശപ്തകരെ കൊന്നൊടുക്കിക്കൊണ്ടേയിരുന്നു. ദൃഷ്ടദ്യുമ്നൻ, സാത്വികി, ഭീമൻ തുടങ്ങിയവർ കൗരവപടയെ കണക്കിന് സംഹരിക്കുന്നുണ്ടായിരുന്നു. കർണനെ വീഴ്ത്തിക്കഴിഞ്ഞ് യുധിഷ്ഠിരൻ അല്പം വിശ്രമിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അലറിക്കൊണ്ടാണ് കർണൻ മോഹാലസ്യത്തിൽ നിന്നുണർന്നത്. ഉടൻ തന്നെ യുധിഷ്ഠിരന്റെ നേർക്ക് തേര് നയിക്കുവാൻ ശല്യനോട് പറഞ്ഞു. ശല്യൻ അപ്രകാരം തന്നെ ചെയ്യുകയും ചെയ്തു. യുധിഷ്ഠിരന്റെ മുന്നിലെത്തിയ കർണൻ കാണിച്ച പരാക്രമം വർണ്ണനാതീതമായിരുന്നു. ഇത് മനസ്സിലാക്കിയ സാത്വികിയും മറ്റും യുധിഷ്ഠിരനെ സഹായിക്കുവാൻ എത്തിയെങ്കിലും അത് നിഷ്ഫലമായതേയുള്ളൂ. മുറിവേറ്റ സിംഹത്തെ പോലെ ചീറിപ്പാഞ്ഞ അവൻ ക്ഷണനേരം കൊണ്ട് യുധിഷ്ഠിരന്റെ തേരും കുതിരകളും തകർത്തു. ആയുധങ്ങളെല്ലാം അസ്ത്രം കൊണ്ട് തട്ടിത്തെറിപ്പിച്ചു. യുധിഷ്ഠിരൻ വിരധനായി, നിരായുധനായി വിഷണ്ണനായി കർണന്റെ മുന്നിൽ നിന്നു. ഗത്യന്തരമില്ലാതെ അദ്ദേഹം പിന്തിരിഞ്ഞു. കർണൻ ഉടൻ തന്നെ തന്റെ രഥത്തിൽ നിന്ന് ചാടിയിറങ്ങി ഓടിച്ചെന്ന് യുധിഷ്ഠിരന്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, എന്താണിത്? അങ്ങ് പിന്തിരിഞ്ഞോടുന്നു? ഉത്തമ വംശത്തിൽ പറഞ്ഞ ക്ഷത്രിയന്മാരാരും യുദ്ധക്കളത്തിൽ നിന്ന് ഓടിക്കളയാറില്ല. അങ്ങയ്ക്ക് യുദ്ധം ചെയ്യുവാൻ അറിയില്ല. വല്ല യാഗമോ തപസ്സോ ചെയ്യുന്നതാണ് നല്ലത്. അപമാനിതനായ യുധിഷ്ഠിരൻ ഒന്നും പറയുവാനുള്ള ശേഷിയില്ലായിരുന്നു. അദ്ദേഹം മറ്റൊരു യോദ്ധാവിൻ്റെ തേരിൽ കയറി രക്ഷപ്പെട്ടു. തൻ്റെ തേരിലേക്ക് മടങ്ങിയെത്തിയ കർണൻ വർദ്ധിച്ച ആത്മവിശ്വാസത്തോടെയാണ് പിന്നീട് പൊരുതിയത്. അവൻ്റെ ശരങ്ങൾ പാണ്ഡവ പടയുടെ എല്ലാ ഭാഗത്തുമെത്തി. ഭടന്മാർ അഗ്നിയിൽ പതിക്കുന്ന ഈയാമാറ്റകളെ പോലെ ചത്തുവീണു. സൈന്യം ചിന്നിച്ചിതറുവാൻ തുടങ്ങി. ഇത് കണ്ട് സാത്വികി, ഭീമൻ, ദൃഷ്ടദ്യുമ്നൻ, പാഞ്ചാലി പുത്രന്മാർ തുടങ്ങിയവരെല്ലാം കർണനോട് ഏറ്റുമുട്ടി. കർണന്റെ ആക്രമണത്തിന്റെ ശക്തി കുറയുകയും ചെയ്തു. ഭീമൻ നേരിട്ട് ചെന്ന് കർണനോട് യുദ്ധം ആരംഭിച്ചു. ഭീമനോട് എതിർക്കുന്ന കാര്യത്തിൽ കർണൻ അത്ര താല്പര്യം തോന്നിയില്ല. എന്നാൽ ഭീമനുമായി ഏറ്റുമുട്ടുമ്പോൾ അർജുനൻ അവിടേക്ക് വരുവാൻ സാധ്യതയുണ്ടെന്ന് ചിന്തിച്ചപ്പോൾ ഭീമനോട് ഏറ്റുമുട്ടുവാൻ തീരുമാനിച്ചു. അതിഭയങ്കരമായ ഒരു ദ്വന്ദ്വയുദ്ധമാണ് അവർ തമ്മിൽ നടന്നത്. അന്തകനെ പോലെ അതിഭയങ്കരനായ ഭീമനും ആദിത്യനെ പോലെ തീക്ഷ്ണവീര്യനായ കർണനും തമ്മിലേറ്റുമുട്ടിയപ്പോൾ പടക്കളമൊട്ടാകെ നടുങ്ങി. ഒരേ സ്വരത്തിലുള്ള വീറോടും വാശിയോടും കൂടി അവർ നടത്തിയ യുദ്ധം രോമാഞ്ചകഞ്ചുകമായിരുന്നു. ഭീമന്റെ വജ്രസമാനമായ ക്രൂരമ്പുകൾ വൈകർത്തനൻ തട്ടി നീക്കി. ഭീമനെ കർണൻ ശരങ്ങൾ കൊണ്ട് മൂടുക തന്നെ ചെയ്തു. ഭീമന്റെ തീക്ഷ്ണങ്ങളായ 2 അമ്പുകൾ കർണന്റെ നേർ കഴിച്ചു. അത് ലക്ഷ്യം തെറ്റാതെ കർണന്റെ മാറിൽ കൊണ്ടു. കർണൻ മോഹാലസ്യപ്പെട്ട് തേരിൽ വീണു. ഉടൻ തന്നെ ശല്യൻ പിന്നണിയിലേക്ക് തേരോടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. ഭീമൻ ഉച്ചത്തിൽ അട്ടഹസിച്ചു. കൗരവസേനയിലേക്ക് ഇടതടവില്ലാതെ അസ്ത്രങ്ങൾ അയക്കുവാൻ തുടങ്ങി. സൈന്യങ്ങൾ അങ്കലാപ്പിലായി. അവർ ചിന്നിച്ചിതറി 4 ഭാഗത്തേക്ക് ഓടുവാൻ തുടങ്ങി. ഉടനെ ദുര്യോധനൻ തൻ്റെ 15 സഹോദരന്മാരെ ഭീമനോട് എതിർക്കുവാൻ നിയോഗിച്ചു. അവർ ഭീമനോട് ഏറ്റുമുട്ടി. ധാതരാഷ്ട്രന്മാരെ തൻ്റെ മുന്നിൽ കിട്ടിയപ്പോൾ ഭീമൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അവൻ നിഷ്പ്രയാസം അതിൽ 3 പേരെ വധിച്ചു. മറ്റുള്ളവരുടെ തേരും കുതിരകളെയും എല്ലാം നശിപ്പിച്ചു. അവർ ധൃതിയിൽ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. അപ്പോഴേക്കും ശകുനിയുടെ നേതൃത്വത്തിൽ വമ്പിച്ച ഒരു ആനപ്പട ഭീമനോട് എതിർക്കുവാൻ വന്നു. ഭീമൻ അതിനുള്ളിൽ ഉള്ളിൽ കേടയി കടന്ന അനവധി ആനകളെ അടിച്ചു വീഴ്ത്തി. പരാജയഭീതി നിമിത്തം ശകുനി ഓടിപ്പോവുകയും ചെയ്തു. ആത്മവീര്യം നശിച്ച കൗരവപ്പടയ്ക്ക് വേണ്ട ഉത്തേജനം നൽകുന്നതായിരുന്നു കൃപൻ. അശ്വത്ഥാമാവ്, കൃതവർമാവ്, ശ്രുതകർമ്മൻ തുടങ്ങിയവർ പാണ്ഡവസേനയെ ആക്രമിക്കുവാനും തുടങ്ങി. ശിഖണ്ഡി കൃപനോടൊപ്പം ഭീമനെ കൃതവർമാവിനോടും യുധിഷ്ഠിരൻ ശ്രുതകർമാവിനോടും ഏറ്റുമുട്ടി. ശിഖണ്ഡി ഉഗ്രമായി പോരാടിയെങ്കിലും കൃപാചാര്യർ അവൻ്റെ തേരും വില്ലുമെല്ലാം തകർത്തു. കൃപൻ അവൻ്റെ പരിചയം പൊട്ടിച്ചു. അപ്പോൾ സുകേതു കൃപനോട് ഏറ്റുമുട്ടി. ആ തക്കം നോക്കി ശിഖണ്ഡി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. സുകേതു ശക്തമായി പോരാടിയെങ്കിലും കൃപൻ അനായാസേനെ അവൻ്റെ തേരുക്കുടിയും തകർത്ത് സുകേതുവിനെ കൊന്നു വീഴ്ത്തുകയും ചെയ്തു. ശ്രുതകർമാവിനോട് ഏറ്റുമുട്ടിയ യുധിഷ്ഠിരൻ അവനുമായി ഉഗ്രമായി പോരാടി. കുറച്ചു കഴിഞ്ഞപ്പോൾ ദൃഷ്ടദ്യുമ്നൻ അവിടെ വരികയും ശ്രുതകർമാവുമായി യുദ്ധത്തിലേർപ്പെടുകയും ചെയ്തു. അപ്പോൾ യുധിഷ്ഠിരൻ പിന്മാറി. എന്നാൽ ദ്രോണപുത്രൻ പെട്ടെന്ന് യുധിഷ്ഠിരനോട് ഏറ്റുമുട്ടി. ഇരുവരും പരസ്പരം ശരങ്ങൾ വർഷിക്കുവാൻ തുടങ്ങി. അശ്വത്ഥാമാവിൻ്റെ അസ്ത്രപ്രയോഗങ്ങൾ യുധിഷ്ഠിരനെ വല്ലാതെ വിഷമിപ്പിച്ചു. എങ്കിലും അദ്ദേഹം ശക്തിയായി തന്നെ ദ്രൗണിയെ ആക്രമിച്ചുകൊണ്ടേയിരുന്നു. ഈ അവസരത്തിൽ സാത്വികിയും പാഞ്ചാലി പുത്രന്മാരും രംഗത്ത് വന്ന് അശ്വത്ഥാമാവിനോട് എതിർത്തു. യുധിഷ്ഠിരനെയും പിന്മാറാതെ ശരങ്ങൾ വർഷിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്നൊരു ശരം കൊണ്ട് ദ്രോണപുത്രൻ യുധിഷ്ഠിരന്റെ വില്ലു മുറിച്ചു. മറ്റൊരു വില്ലെടുക്കുന്നതിന് മുമ്പായി 2-3 ശരങ്ങൾ കൂടി യുധിഷ്ഠിരന്റെ നേർ കഴിച്ചു. എന്നാൽ സാത്വികി അവയെ തടഞ്ഞുകൊണ്ട് യുധിഷ്ഠിരന്റെ ശരീരത്തിൽ കൊണ്ടില്ല. ക്രുദ്ധനായ അശ്വത്ഥാമാവ് സാത്വികിയുടെ സൂതനെ കൊന്നു.
അപ്പോൾ കുതിരകൾ നിയന്ത്രണമില്ലാതെ രഥവും വലിച്ചുകൊണ്ട് ഓടിപ്പോയി. ആ തക്കം നോക്കി അശ്വത്ഥാമാവ് വീണ്ടും യുധിഷ്ഠിരനെ ആക്രമിച്ചു. അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, നീ ബ്രാഹ്മണനല്ല, ബ്രാഹ്മണഭാസനാണ്. നീ ആർക്കു വേണ്ടിയാണ് ബ്രാഹ്മണവൃത്തി ഉപേക്ഷിച്ച് ക്ഷത്രിയവൃത്തിയായി യുദ്ധം ചെയ്യുന്നത്? ഈ കൗരവരെ മുഴുവൻ നിന്റെ മുന്നിൽ വെച്ച് കൊല്ലുന്നത് നീ കണ്ടോളൂ. ഇത്രയും പറഞ്ഞ് യുധിഷ്ഠിരൻ പിൻവാങ്ങി. അദ്ദേഹം പറഞ്ഞതെല്ലാം ശരിയാണല്ലോ എന്നോർത്ത് ദ്രൗണി മൗനം അവലംബിച്ചതേയുള്ളൂ. അവനും പിന്നിലേക്ക് പോയി. കൗരവ പ്രമാണികൾ ഉശിരോടെ പോരാടുന്നുണ്ടെങ്കിലും അവർക്കെല്ലാ രംഗങ്ങളിലും പരാജയമാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇത് ദുര്യോധനെ പരിഭ്രാന്തനാക്കി. അവൻ നേരെ കർണന്റെ അടുത്ത് ചെന്ന് മറ്റ് കൗരവ പ്രമാണികളും അവിടെ ഉണ്ടായിരുന്നു. ദുര്യോധനൻ പറഞ്ഞു, പ്രിയപ്പെട്ട ക്ഷത്രിയ വീരന്മാരെ, ഭാഗ്യശാലികളായ ക്ഷത്രിയർക്ക് അപൂർവമായിരം ലഭിക്കുന്ന സന്ദർഭമാണ് ഇപ്പോഴത്തെ യുദ്ധം. പുണ്യം കൊണ്ട് മാത്രമേ ഇങ്ങനെയുള്ള പോർക്കളം കാണുവാൻ ഇടവരൂ. ജയിച്ചാലും തോറ്റാലും നമുക്ക് ഭയപ്പെടേണ്ടതില്ല. ജയിച്ചാൽ നമുക്ക് രാജ്യം പിടിച്ചെടുക്കാം. ശത്രുശസ്ത്രങ്ങളേറ്റ് മരിച്ചാൽ നമുക്ക് വീരസ്വർഗം പ്രാപിക്കാം. അതുകൊണ്ട് അശേഷം ശങ്കിക്കാതെ ആത്മധൈര്യത്തോടുകൂടി ശത്രുക്കളോട് യുദ്ധം ചെയ്യണം. ഇനിയും അമാന്തിക്കാതെ മുന്നോട്ട് നീങ്ങുവിൻ. ദുര്യോധനന്റെ ആഹ്വാനം കുറികൊണ്ട് എല്ലാവരും ഉത്തേജിതരായി ആർത്തട്ടഹസിച്ചു. ആഹ്ലാദത്തിമിർത്തോടുകൂടി രാജാക്കന്മാരും പടജനങ്ങളും ഭേരിയും ശംഖും മുഴക്കി പടക്കളത്തിലേക്ക് പോകുവാനൊരുങ്ങി. ആ സമയത്ത് അശ്വത്ഥാമാവ് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ആയുധം വെച്ച് ബ്രഹ്മനിഷ്ഠനായി തീർന്ന എൻ്റെ പിതാവിനെ വെട്ടിക്കൊന്ന നീചഘാതകനായ ദൃഷ്ടദ്യുമ്നനെ കൊല്ലുമെന്ന് ഞാനിതാ പ്രതിജ്ഞ ചെയ്യുന്നു. പാഞ്ചാലിനെ കൊല്ലാതെ ഞാൻ ചട്ടയഴിക്കുന്നതല്ല. സത്യം പിഴച്ചു പോയെങ്കിൽ എനിക്ക് സ്വർഗം വേണ്ട. അർജുനനായാലും ഭീമനായാലും എന്നോട് എതിർക്കുന്നവരെയൊക്കെ ഞാൻ വധിക്കുന്നതാണ്. ഇതിൽ യാതൊരു സംശയവുമില്ല. ദ്രൗണിയുടെ പ്രതിജ്ഞ കൗരവരുടെ ക്രോധാഗ്നിയിലേക്ക് ഒഴിച്ച നെയ്യായിരുന്നു. അവരുടെ ക്രോധം ആളിക്കത്തി. സമരദാഹം വർദ്ധിച്ചു. എല്ലാവരും പൂർവാധികം വീര്യത്തോടെ പാണ്ഡവന്മാരോട് പാഞ്ഞെടുത്തു. കൗരവപടയുടെ ആവേശത്തോടെയുള്ള വരവ് കണ്ട് പാണ്ഡവരും തയ്യാറായി. ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഇരുവിഭാഗക്കാരും പോരാടി. ഇതിനിടയ്ക്ക് അശ്വത്ഥാമാവും ദൃഷ്ടദ്യുമ്നനും തമ്മിൽ കണ്ടുമുട്ടി. ദ്രൗണി പറഞ്ഞു, ദുഷ്ടാ പാഞ്ചാല, എൻ്റെ അച്ഛനെ കൊന്ന നീ, ഇന്ന് ഞാൻ നിന്നെ മൃത്യുവിനിരയാക്കും. ഗുരുവിനെ കൊന്ന പാപിയാണ് നീ. നിന്നെ ഞാൻ വിടുകയില്ല. എന്നെ വിട്ടോടാതിരിക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുന്നുകളയും. ഇത് കേട്ട ദൃഷ്ടദ്യുമ്നൻ തെല്ലും പരിഭ്രമിച്ചില്ല. പ്രതാപനായ അവൻ പ്രതിവചിച്ചു, ബ്രാഹ്മണഭാസനായ ദ്രോണനെ ഞാൻ കൊന്നത് കേവലം ധർമ്മമാണ്. നിന്റെ അച്ഛൻ്റെ തല കൊയ്ത് വാൾ എൻ്റെ കയ്യിൽ ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് തന്നെ നിന്റെ കലയും ഞാൻ കൊയ്യും. അവർ ദ്വന്ദ്വയുദ്ധം ആരംഭിച്ചു. കൂർത്ത ശരങ്ങൾ പരസ്പരം ആദ്യം വർഷിച്ചു. പാർഷദൻ ദ്രൗണിയുടെ ചാപവും സർപ്പതുല്യങ്ങളായ ശരങ്ങളും മുറിച്ചു. ദ്രൗണി കോപാദണ്ഡനായി. അവൻ 100 മടങ്ങ് ശക്തിയോടെ ദൃഷ്ടദ്യുമ്നനോട് പോരാടി. അധികം താമസിയാതെ അന്ധകനായി മാറിയ ആ അശ്വത്ഥാമാവ് പാഞ്ചാലന്റെ വില്ലും വേലും ഗദയും കേതുവും സൂതനെയും കുതിരകളെയും തേരും എയ്തുടച്ചു. വില്ലറ്റ് വിരധനായി അശ്വങ്ങൾ അന്തരിച്ച് സൂതനും മരിച്ച് കുഴങ്ങി ദൃഷ്ടദ്യുമ്നൻ തൻ്റെ വാളും പരിചയം കയ്യിലെടുത്തു. ഉടൻ തന്നെ ദ്രൗണി അതും കൈവേഗത്തോടെ തന്നെ വല്ലങ്ങളെ ഇത് മുറിച്ചു കളഞ്ഞു. എല്ലാം നഷ്ടപ്പെട്ട പാർഷദൻ പ്രാണനും കൊണ്ട് പടക്കളത്തിൽ നിന്ന് ഓടി. അമ്പുകളയച്ച് അവരെ കൊല്ലുവാൻ ശ്രമിച്ചിട്ട് ഭരിച്ചില്ല. ഉടനെ ദ്രൗണി വാളും പരിചയവുമായി തേരിൽ നിന്ന് താഴേക്ക് ചാടി. ദൃഷ്ടദ്യുമ്നന്റെ പിന്നാലെ കുതിച്ചു. പാമ്പിനെ പിടിക്കുവാൻ പറന്നുണയുന്ന ഗരുഡന്റെ വേഗത്തിലാണ് ദ്രൗണി പാഞ്ഞെത്തിയത്. അവൻ ദൃഷ്ടദ്യുമ്നനെ പിടികൂടുകയും ചെയ്തു. പോർക്കളത്തിന്റെ മറ്റൊരു ഭാഗത്ത് യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന കൃഷ്ണാർജുനന്മാർ ഈ അവസരത്തിലാണ് പ്രധാന യുദ്ധരംഗത്തിലേക്ക് വന്നത്. അശ്വത്ഥാമാവ് ദൃഷ്ടദ്യുമ്നനെ വെട്ടാൻ തുടങ്ങുന്നത് അർജുനന്റെ ദൃഷ്ടിയിൽപ്പെട്ടു. പിന്നെ ഒട്ടും താമസിച്ചില്ല. അർജുന ബാണങ്ങൾ മിന്നൽ പിണറിന്റെ വേഗത്തിൽ അശ്വത്ഥാമാവിന്റെ മാറിൽ പതിച്ചു. ഉടൻ തന്നെ പാഞ്ചാലനെ വിട്ടിട്ട് ദ്രൗണി തന്റെ തേരിലേക്ക് ഓടിക്കേറി. അവൻ അർജുനന്റെ നേർക്ക് ബാണങ്ങൾ അയക്കുവാൻ തുടങ്ങി. എന്നാൽ പാഞ്ചാലനെ കൊല്ലുവാൻ കഴിയാതെ വന്നതിൽ പരീക്ഷണമായ അവന്റെ മനസ്സ് അർജുനനോട് ശക്തിയായി എതിർക്കത്തക്ക കരുത്തുണ്ടായിരുന്നില്ല. ക്ഷണനേരം കൊണ്ട് അർജുന ബാണങ്ങളേറ്റ് അവൻ മോഹാലസ്യപ്പെട്ട് തേരിൽ ഇരുന്നു പോയി. അവന്റെ സൂതൻ തേര് പിന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അതിനിടയ്ക്ക് സഹദേവൻ ദൃഷ്ടദ്യുമ്നനെ തേരിലേറ്റി കൊണ്ടുപോയി കഴിഞ്ഞിരുന്നു. ഇതിനിടയ്ക്ക് യുധിഷ്ഠിരനും ദുര്യോധനനും കൂടി ഇടഞ്ഞു. ഈ രണ്ടുപേരും വളരെ ഭയങ്കരമായി പോരാടി. യുധിഷ്ഠിരനെ സഹായിക്കുവാൻ പലരും എത്തി. അവരെല്ലാം കൂടി ദുര്യോധനന്റെ സൈന്യങ്ങളെ മിക്കവാറും കൊന്നൊടുക്കി. ദുര്യോധനൻ അമ്പേറ്റ് അവശനായി. ഇത് കണ്ട് ക്രുദ്ധനായ കർണൻ യുധിഷ്ഠിരനോട് ഏറ്റുമുട്ടി. യുധിഷ്ഠിരനും സഹായികളും പരമാവധി ശ്രമിച്ചിട്ടും കർണന്റെ ആക്രമണത്തിന്റെ ആക്കം കുറയ്ക്കുവാൻ കഴിഞ്ഞില്ല. കർണൻ യുധിഷ്ഠിരനെ അമ്പുകൊണ്ട് മൂടി. യുധിഷ്ഠിരനും പ്രത്യസ്ത്രങ്ങൾ അയച്ചുകൊണ്ടേയിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ കർണന്റെ 2 ബാണങ്ങൾ യുധിഷ്ഠിരന്റെ മേൽ തറച്ചു. യുധിഷ്ഠിരൻ മോഹാലസ്യപ്പെട്ട് വീണില്ല എങ്കിലും അവശനായി തേരിലിരുന്നു. രഥം തിരിച്ചുവിടുവാൻ യുധിഷ്ഠിരൻ ആജ്ഞാപിച്ചു. തേര് തിരിക്കുവാൻ തുടങ്ങിയപ്പോഴേക്കും മഹാരാജാവിനെ പിടിക്കിൻ എന്ന കർണൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു.
ഇത് കേട്ട് കൗരവപട യുധിഷ്ഠിരനെ രഥത്തിൽ തന്നെ വളഞ്ഞു. കേകയരും പാഞ്ചാലരും ഇത് കണ്ട് ഓടിയെത്തി. അവർ കൗരവ സൈന്യത്തോട് ഏറ്റുമുട്ടി. എന്നാൽ കർണന്റെ തീക്ഷ്ണമായ ബാണങ്ങളെ അതിജീവിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർ മിക്കവരും കർണന്റെ പൗരുഷാഗ്നിയിൽ ആഹൂതി ചെയ്യപ്പെട്ടു. ബാക്കിയുള്ളവർ ഓടിപ്പോയി. അതോടെ പിന്തിരിഞ്ഞു പോകുന്ന യുധിഷ്ഠിരന്റെ കർണൻ പിന്നെയും ആക്രമിച്ചു. അപ്പോഴേക്കും നകുല സഹദേവന്മാർ ജ്യേഷ്ഠന്റെ സഹായത്തിനെത്തി. എന്നാൽ അവർക്കും അധിക നേരം കർണനോട് പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല. കർണൻ യുധിഷ്ഠിരന്റെ കുതിരകളെയും കൊന്ന് രഥവും തകർത്തു. അതോടൊപ്പം നകുലന്റെ കുതിരകളെയും കൊന്നു. യുധിഷ്ഠിരനും നകുലനും കൂടി സഹദേവന്റെ തേരിൽ കയറി അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ ശ്രമിച്ചു. അപ്പോൾ കർണൻ വീണ്ടും അസ്ത്രങ്ങൾ വർഷിക്കുവാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ യുധിഷ്ഠിരനെയും നകുല സഹദേവന്മാരെയും കൊല്ലുവാനുള്ള ശ്രമമാണ് കർണൻ നടത്തുന്നതെന്ന് ശല്യൻ സംശയിച്ചു. അദ്ദേഹത്തിന് അവനോട് അലിവ് തോന്നി. അദ്ദേഹം ചോദിച്ചു, കർണ, നീ എന്തിനാണ് യുധിഷ്ഠിരനോടും മാതൃപുത്രന്മാരോടും ഇത്രമാത്രം ചോദിക്കുന്നത്? നിന്റെ യഥാർത്ഥ ശത്രു നീ കേൾക്കുന്നില്ലേ? അവൻ ദുര്യോധനോട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. യുധാമന്യവും ഉത്തമ തേജസ്സും സാത്വികിയും ദൃഷ്ടദ്യുമ്നനും ഭീമനുമൊക്കെ അവൻ്റെ കൂടെയുണ്ട്. നീ ഉടനെ പോയി കൗരവരാജാവിനെ രക്ഷിച്ചില്ല എങ്കിൽ അവരെല്ലാം കൂടി അവനെ കൊല്ലും. അവൻ ചത്തുകഴിഞ്ഞാൽ പിന്നെ മാധരയന്മാരെയോ ധർമ്മരാജാവിനെ കൊന്നിട്ട് എന്ത് കാര്യം? ശല്യൻ പറഞ്ഞത് ശരിയാണെന്ന് കർണനും തോന്നി. യുദ്ധകളത്തിൽ കുറച്ചകലെയായി ഘോരമായി യുദ്ധം നടക്കുന്നത് കേട്ടു. ആ ഒരു ലക്ഷണങ്ങളും കണ്ടു. ഭീമന്റെ സിംഹഗർജനങ്ങളും കേട്ടു. ഗാണ്ഡീവത്തിന്റെ ഞാണൊലി മുഴങ്ങുന്നുണ്ടായിരുന്നു. അവിടേക്ക് തേര് നയിക്കുവാൻ കർണൻ ശല്യനോട് ആവശ്യപ്പെട്ടു. ശല്യൻ ഉടൻ തന്നെ അവിടേക്ക് തേര് നയിച്ചു. കർണൻ പോയിക്കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ ആശ്വാസത്തോട് നെറുവേർപ്പെട്ടു. അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ പല ഭാഗത്തും അമ്പുകൊണ്ട് ചോരയൊലിക്കുന്നുണ്ടായി. ആകപ്പാടെ തളർന്നിരുന്ന യുധിഷ്ഠിരൻ ഒരു വിധത്തിൽ സഹദേവന്റെ തേരിൽ കയറി നകുലനോടൊപ്പം ശിബിരത്തിലേക്ക് മടങ്ങി. ക്ഷീണിതനായ അദ്ദേഹം തേരിൽ നിന്നിറങ്ങി മെത്തയിൽ പോയി കിടന്നു. കർണനാൽ അപമാനിതനായ അദ്ദേഹം ലജ്ജിതനായി മുഖം പൊത്തിക്കരഞ്ഞു. ഈ സമയത്ത് ദ്രോണപുത്രൻ പാർത്ഥനോട് ഏറ്റുമുട്ടിക്കൊണ്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പാർത്ഥൻ ദ്രൗണിയെ സമുദ്രത്തെ കരയെന്ന പോലെ തടുത്തു നിർത്തി. അശ്വത്ഥാമാവ് കൃഷ്ണാർജുനന്മാരെ ശരം കൊണ്ട് മൂടി. ഇത് കണ്ട എല്ലാവരും അത്ഭുതപ്പെട്ടെങ്കിലും സവ്യസാചി ദ്രൗണിയുടെ അമ്പുകളെല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ദ്രൗണിയുടെ നേർക്ക് അനവരതം അമ്പുകൾ അയച്ചുകൊണ്ടേയിരുന്നു. അർജുനൻ ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിക്കുവാൻ തുടങ്ങി. എന്നാൽ ഏതേത് അസ്ത്രം അർജുനൻ തൊടുത്തുവോ അതിനുള്ള പ്രത്യസ്ത്രങ്ങൾ അയച്ച് ദ്രൗണി തടഞ്ഞുകൊണ്ടേയിരുന്നു. ഇരുവിഭാഗത്തും ധാരാളം നാശനഷ്ടങ്ങളുണ്ടായി. കുതിരകൾ അനേകം കൊല്ലപ്പെട്ടു. കടിഞ്ഞാൻ മുറിഞ്ഞ കുതിരകൾ അവിടെ നിന്ന് ഓടി നടന്നു. അനവധി സൂതന്മാർ മരിച്ചു. ആനപ്പുറത്തിരുന്നവർ മൃതരായി താഴത്തേക്ക് വീണു. ആനകൾ മല പോലെ ചത്തുമലച്ചു. പലതും വിരണ്ടോടി. രഥങ്ങൾ തവിടുപൊടിയായി. ചോര പുഴ പോലെ ഒഴുകി. കിരീടി ദ്രൗണിയുടെ വില്ലറുത്തു. വില്ല് നഷ്ടപ്പെട്ട അവൻ വജ്രം പോലെയുള്ള പരിഘമെടുത്ത് പാർത്ഥന്റെ നേർക്കെറിഞ്ഞു. പാണ്ഡവൻ അത് കഷ്ണം കഷ്ണമാക്കി മുറിച്ചു. ഉടനെ ദ്രൗണി ഐന്ദ്രാസ്ത്രം തൊടുത്തുവിട്ടു. അർജുനൻ മഹേന്ദ്രാസ്ത്രമായി ചൈദ്രാസ്ത്രത്തെ തകർത്തു. ഒരു ഭല്ലം കൊണ്ട് ദ്രൗണിയുടെ സൂതനെ വീഴ്ത്തി. അപ്പോൾ മഹാരഥനായ ദ്രൗണി ഒരു കൈയിൽ കടിഞ്ഞാൻ പിടിച്ചുകൊണ്ട് മറ്റേ കൈയിൽ അസ്ത്രങ്ങൾ അയപ്പിച്ചുകൊണ്ട് അർജുനനെ വീർപ്പ് മുട്ടിച്ചു. ഇത് കണ്ടവരെല്ലാം അത്ഭുതപ്പെട്ടു. അശ്വത്ഥാമാവിന്റെ അതിവേഗം കണ്ട് അവനെ എല്ലാവരും പുകഴ്ത്തി. അപ്പോൾ അർജുനൻ കത്തിയമ്പെയ്ത് കുതിരയുടെ കടിഞ്ഞാൻ മുറിച്ചു. കുതിരയുടെ മേലും ശരങ്ങൾ വർഷിച്ചു. വേദന സഹിക്കാതെ കുതിരകൾ നിയന്ത്രണം വിട്ടോടി. ഇത് കണ്ട് കൗരവ ഭടന്മാർ ആർത്തനാദം പുറപ്പെടുപ്പിച്ചു. പാണ്ഡവ സൈന്യം ആർത്ത് വിളിച്ചുകൊണ്ട് കൗരവ സൈന്യത്തിന്റെ നേർക്ക് ഇരച്ചുകയാൻ. കൗരവ യോദ്ധാക്കൾ സംഭീതരായി. അവർ പാലായനം ചെയ്തു. പാണ്ഡവ സൈന്യങ്ങൾ ഹർഷാരവം മുഴക്കി. അർജുനൻ യുധിഷ്ഠിരനെ പടക്കളത്തിലെല്ലാം തിരഞ്ഞു. എങ്ങും കണ്ടില്ല. അവൻ രാജാവ് എവിടെയെന്ന് ഭീമനോട് ചോദിച്ചു. ഭീമൻ പറഞ്ഞു, രാജാവ് ഇവിടെ നിന്ന് പോയി. കർണന്റെ ബാണം കൊണ്ട് ആർത്തനായിട്ടാണ് പോയത്. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടാവും. പാർത്ഥൻ ഇത് കേട്ട് പരിഭ്രമിച്ചു. യുധിഷ്ഠിരന്റെ വിവരം അന്വേഷിക്കുവാൻ ഭീമൻ നിർബന്ധിച്ചു. ഭീമൻ പറഞ്ഞു, നീ തന്നെ പോയി രാജാവിന്റെ വൃത്താന്തമൊക്കെ അറിയുക. ഞാൻ ഇവിടെ നിന്ന് പോയാൽ ഈ ശത്രുക്കൾ പറയും ഭീമൻ ഭയപ്പെട്ട് സ്ഥലം വിട്ടെന്ന്. അർജുനൻ യുധിഷ്ഠിരനെ അന്വേഷിച്ചു പോകുവാൻ തീരുമാനിച്ചു. കൃഷ്ണൻ ശിബിരത്തിലേക്ക് തേരോടിച്ചു. യുധിഷ്ഠിരൻ അപ്പോഴും വ്യഥിതമായ ഹൃദയത്തോടെ മെത്തയിൽ കിടക്കുകയാണ്. കൃഷ്ണാർജുനന്മാർ ശിബിരത്തിനുള്ളിൽ കിടന്ന് രാജാവിന്റെ പാദം തൊട്ട് വന്ദിച്ചു. യുധിഷ്ഠിരന്റെ ഹൃദയം കർണനോടേറ്റ പരാജയം കൊണ്ടുള്ള അപമാന ഭാരത്താൽ വിങ്ങിപ്പൊട്ടുകയായിരുന്നു. കർണനോടുള്ള പകയും സ്പർദ്ധയും അദ്ദേഹത്തിന്റെ മനസ്സിലെ വിഭ്രമിപ്പിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹം കർണനെ അമിതമായി ഭയപ്പെട്ടു. എങ്ങനെയും അവനെ കൊല്ലണമെന്നുള്ള ഒരേ ചിന്തയായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ. ഈ അവസരത്തിലാണ് കൃഷ്ണാർജുനന്മാർ അദ്ദേഹത്തിന്റെ മുന്നിലെത്തിയത്. കൃഷ്ണാർജുനന്മാരെ കണ്ടപ്പോൾ യുധിഷ്ഠിരൻ വിചാരിച്ചത് അവർ കർണനെ കൊന്നിട്ട് വരികയാണെന്നാണ്. അപ്പോൾ ചാടി എണീറ്റ് ഹർഷം കണ്ട് തൊണ്ടയിടറി ആ പരന്തപൻ പ്രീതനായി പറഞ്ഞു, ദേവകീപുത്ര വിജയ, നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾ വീരനായ കർണനെ കൊന്നുവല്ലോ. പോരിൽ സർവശസ്ത്രവിദഗ്ധനായ അവനെ കൊന്നുവല്ലോ. തുടരും.